ഓട്ടോക്കാരൻ്റെ അച്ചായത്തി പെണ്ണ്. രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 8. കെട്ടിലമ്മ ചമഞ്ഞിരിക്കാതെ വേഗം ഇവിടുത്തെ പണികൾ ഒതുക്കാൻ നോക്ക്. അടുക്കളയുടെ തൊട്ടടുത്തുള്ള ഗുഡ്സ് മുറിയിലിരുന്ന് കരയുന്ന കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേരിക്കുട്ടിയുടെ ഗർജനം അവൾ കേട്ടത്. വരുന്നമ്മേ. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ എമ്മി പതിയെ പറഞ്ഞു. നിന്നോടതിനെ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ തന്നെ വരാനാ പറഞ്ഞേ, അല്ലാതെ നിന്റെ സൗകര്യത്തിനല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവരൊച്ചയെടുത്തു. പൊടിക്ക് വിശക്കുന്നുണ്ടമ്മേ, പാല് കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. അവൾ മുഖത്തൊരു ഭാവഭേദവും കൂടാതെ അവരെ നോക്കി. മേരിക്കുട്ടിക്ക് വിറഞ്ഞു കയറി. താൻ എന്തു പറഞ്ഞാലും കമാന്നൊരക്ഷരം തിരിച്ചു പറയാത്തവളാണ്. ഇപ്പോൾ തനിക്ക് എതിര് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആലുങ്കലെ മേരിക്കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ സ്വന്തം മക്കൾക്ക് പോലും ഇപ്പോഴും പേടിയാണ്. അപ്പോഴാണ് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തടത്തെ ഒരു പീറപ്പെണ്ണ് തൻ്റെ മുഖത്ത് നോക്കി കുരയ്ക്കുന്നത്. അവർ ദേഷ്യത്തോടെ എമിയെ ഉറ്റുനോക്കി, കൂടെ അവളുടെ കയ്യിലിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞിനെയും. എന്നോട് എതിരു പറയുന്നോടി. പൊടുന്നനെ അവരുടെ ഭാവം മാറി. ആയത്തിൽ എമിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മടിയിലിരിക്കുന്ന പാല് കുടിക്കുന്ന പൊടിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. ഒരേ ഒരു നിമിഷം എമിയുടെ നെഞ്ചു കലങ്ങി, ശ്വാസം വിലങ്ങി. അറിയാതെ തന്നെ കട്ടിലിൽ നിന്നും അവൾ എഴുന്നേറ്റു. എമി പൊടുന്നനെ കുഞ്ഞിനെ തട്ടിപ്പറിക്കും പോലെ പിടിച്ച് നെഞ്ചോട് ചേർത്തതിനാൽ വാവയ്ക്കൊന്നും പറ്റിയില്ല. അലറിക്കരയുന്ന പൊടിയെയും വാരി പിടിച്ചുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ അവൾ മൗനമായിട്ട് തന്നെ നിന്നു. മര്യാദയ്ക്ക് വാടി പുന്നാര മോളെ. മേരിക്കുട്ടി അത്രയേ പറഞ്ഞുള്ളൂ. അതിനു മുൻപേ തന്നെ കറങ്ങി തിരിഞ്ഞ് തറയിലേക്കായവർ ഇരുന്നു പോയി. കുറച്ച് സമയം മേരിക്കുട്ടിക്ക് ചെവിയിൽ ഒരു മുഴക്കം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ചോര വരുന്നുണ്ടോ എന്ന് വിരലിട്ട് കറക്കി നോക്കിയവർ. ദേഷ്യത്തോടെ അതിരുപോലെ അത്ഭുതത്തോടെ അവർ എമിയെ ഉറ്റുനോക്കിക്കൊണ്ട് എഴുന്നേറ്റു. നീ എന്നെ. കരയുന്ന കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് സമാധാനിപ്പിക്കാൻ പോകുന്നവളോട് മേരിക്കുട്ടി ചീറി. അമ്മ പൊയ്ക്കോളൂ, കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ തികച്ചും ശാന്തമായ രീതിയിലാണ് എമി മറുപടി നൽകിയത്. എന്തിനാ കൊച്ചു കരയുന്നേ? എന്താ എമി? പൊടിയുടെ ഉച്ചത്തിലുള്ള കാർച്ച കേട്ടതിനാലാവാം ഐസക് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. അറിയില്ലിച്ചായ, മോള് സ്വപ്നത്തിൽ എന്തോ സ്വപ്നം കണ്ടു എന്നാ തോന്നുന്നേ. അവളൊരു പുഞ്ചിരിയോടുകൂടി വിവരിച്ചു. നീ വേഗം അതിന് പാല് കൊടുത്ത് ഉറക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ ചെല്ല്, ഞാൻ വന്നോളാം. ഐസക് പോയ ഉടനെ തന്നെ എമി അമ്മായിയമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അവർ പല്ലിറുമ്മിക്കൊണ്ട് പുറത്തേക്ക് നടന്നു, വൈരാഗ്യ ബുദ്ധിയോടെ. അവർ പോയി കഴിഞ്ഞുടൻ തന്നെ അവൾ തകർന്ന മനസ്സോടെ കുഞ്ഞിനെയും കൊണ്ട് കട്ടിലിലേക്കായി ഇരുന്നു. അവൾക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം അങ്ങനെയുള്ളവളായിരുന്നോ മേരിക്കുട്ടി? എന്ത് വിശ്വസിച്ച് താനിവിടെ നിൽക്കും? ആരുണ്ടാവും തനിക്കിവിടെ തുണ? ഒരു നിമിഷം താൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ പൊടിയുടെ അവസ്ഥ എന്തായേനെ? അവളിലെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. കരയാൻ കണ്ണീർ വറ്റിയവളെ പോലെ അവൾ ഇരുന്നു. ഒരുവിധം പാലൂട്ടി കുഞ്ഞിൻ്റെ കരച്ചിൽ അവൾ മാറ്റിയെടുത്തു. പെട്ടെന്നാണ് ബെഡിലിരുന്ന് ഫോൺ അടിക്കുന്നതിൻ്റെ ശബ്ദം എമി കേട്ടത്. രഞ്ജേട്ടൻ കോളിംഗ്. ഫോൺ കയ്യിലെടുത്തപ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ പുഞ്ചിരി മുട്ടിട്ടു. കുഞ്ഞോളെ. ആ വിളി കേട്ടപ്പോൾ തന്നെ മനസ്സൊന്ന് തണുക്കുന്നത് പോലെ തോന്നി പെണ്ണിന്. രഞ്ജേട്ടാ. അവളൊന്ന് വിതുമ്പി. എന്തടി സങ്കടം? എന്തു പറ്റി? ആകുലത അവൻ്റെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ അവനോട് പറഞ്ഞു തീർന്നപ്പോൾ കരഞ്ഞു പോയിരുന്നെമി. കുഞ്ഞോളെ, ചെന്ന കാര്യം വേഗത്തിൽ സാധിച്ചിട്ട് പോന്നോളൂ, ഒട്ടും വൈകിക്കണ്ട. അവൻ ഗൗരവത്തോടുകൂടി പറയുന്നത് എമി ശ്രദ്ധയോടെ കേട്ടിരുന്നു. പൊടിയെ നോക്കിക്കോണേടി. അവൻ്റെ ഒച്ച ചിലമ്പിച്ചിരുന്നു. നോക്കിക്കോളാൻ അഞ്ചേട്ടാ. പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തവൾ. എന്തുണ്ടെങ്കിലും വിളിക്കണം, ഏത് പാതിരാത്രിയാണെങ്കിലും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുമ്പോൾ അവളിലെ മനസ്സ് ഒന്ന് ശാന്തമായിരുന്നു. മറുവശത്ത് മേരിക്കുട്ടി ചെയ്തതോർത്ത് രഞ്ജൻ്റെ മനസ്സ് പിടയ്ക്കുകയായിരുന്നു. ഒരു പൊടിക്കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അവൻ എത്ര പന്നത്തിയായിരിക്കും. താൻ അവളെ എങ്ങോട്ടേക്കാണോ തള്ളിവിട്ടിരിക്കുന്നത്? പൊടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആലോചിക്കാൻ പോലും തന്നെ കൊണ്ടായില്ലത്. എന്തെങ്കിലും ചെയ്യണം. എമിയെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം. വയ്യ, അവളെയും കുഞ്ഞിനെയും അപകടത്തിലേക്ക് ചാടിച്ചിട്ട്
തനിക്ക് എങ്ങനെ മനസ്സമാധാനമായിട്ടിരിക്കാൻ പറ്റും? വേണ്ട, ഒന്നും വേണ്ട. അവളെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. ആലിംഗക്കാരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്നിനും മടിക്കാത്ത കൂട്ടങ്ങൾക്കിടയിലേക്ക് അവരെ ഏതു നേരത്താണോ പറഞ്ഞുവിടാൻ തോന്നിയെന്നോർത്ത് അവൻ്റെ മനസ്സ് തേങ്ങി. ആ സമയത്തെ മനസ്സാൽ ശപിച്ചവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വീടിന് മുൻപിൽ കെട്ടിയിട്ടിരിക്കുന്ന കൊച്ചു തിണ്ണയിലേക്ക് ചുവരും ചാരി അവനിരുന്നു. വേലിക്കപ്പുറത്തെ എമ്മിയുടെ മുറിയുടെ ജനലിൽ കൂടി പുറത്തെ ഇരുട്ടിലേക്ക് തെറിച്ചു വീഴുന്ന ലൈറ്റിൻ്റെ വെളിച്ചത്തിന് അന്നൊരുതരം ശൂന്യതയായിരുന്നു. പതിവ് പോലെ പൊടിയുടെ കൊഞ്ചലും ബഹളവും ഇല്ലാത്തതിനാലാവാം ആ രാത്രിക്ക് ഒരുതരം നിർവികാരത തളം കെട്ടിയത്. അത്താഴം കഴിഞ്ഞ് എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകുവാനായി അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഐസക്കിൻ്റെ തട്ടലും മുട്ടലും തുടങ്ങിയത്. എമി! അയാൾ വികാരപരവശനായി അവളെ വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്നു. എന്തേ ഐസക് ഇച്ചായ? അവളും അയാൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ഇന്ന് വരുമോ? ഞാൻ കാത്തിരിക്കും. ചുണ്ടൊന്നും നനച്ചുകൊണ്ട് ആവശ്യപ്പെട്ടവനെ പാദത്തിലിരുന്ന വെട്ടുകത്തി കൊണ്ട് തോന്നിയെങ്കിലും പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടവൾ ദേഷ്യം നിയന്ത്രിച്ചു. സേവ്യറിച്ചായ മുറിയിലുണ്ട്. എമി ഭയം അഭിനയിച്ചു. അതിനെന്താ, ചേട്ടായി ഉറങ്ങിക്കഴിഞ്ഞ് താഴേക്ക് വന്നാൽ മതി. മുറി ഞാൻ പൂട്ടാതെ ചാരിയിട്ടേക്കാം. അവളുടെ കാതോര ഐസക് മന്ത്രിച്ചു. സേവ്യറിച്ചാനെങ്ങാനും കണ്ടാലോ? കിടന്നു കഴിഞ്ഞ പോത്തുപോലെ ഉറങ്ങുന്ന ആളാ ചേട്ടായി, നീ പേടിക്കണ്ടടി. അയാൾ ധൈര്യം പകർന്നു. സമ്മതമായി ഒന്ന് മൂളിക്കൊടുത്തു പെണ്ണ്. പോട്ടേടി കൊച്ചേ. എമിയുടെ ഇടുപ്പിലൊന്ന് കിള്ളിയിട്ട് അയാൾ അടുക്കളയുടെ പുറത്തേക്ക് നടന്നു. കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് അവൾ ദേഷ്യത്തോടെ സിങ്കിലേക്ക് വലിച്ചെറിഞ്ഞു. വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊന്ന് ഒതുക്കിയിട്ട് അവൾ അടുത്ത മുറിയിൽ ഉണങ്ങിക്കിടക്കുന്ന പൊടിയുടെ അടുത്തേക്ക് ചെന്നു. ആള് നല്ല ഉറക്കത്തിലാണ്. ശബ്ദമുണ്ടാക്കാതെ അവളെ കയ്യിലേന്തിക്കൊണ്ട് മുകളിലെ പടികൾ കയറി. ഹാളിലിരുന്നു കൊണ്ട് അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഐസക്കിനെ അവൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. മുറിയിൽ കയറി താഴെ പായ വിരിച്ച് കുഞ്ഞുമായി കിടന്നു. അപ്പോഴേക്കും സേവ്യർ കണക്കെഴുത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കിടക്കുവാനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇച്ചായ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പായിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന സേവ്യറിനരികിലേക്ക് അവൾ ഭവ്യതയോടെ ചെന്ന് നിന്നു. എന്താ? താല്പര്യമില്ലാത്ത രീതിയിൽ അയാൾ അവളെ ഉറ്റുനോക്കി. അത് പിന്നെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് വഴിച്ചുവൾ അയാളുടെ മുമ്പിൽ തലകൊണ്ടിട്ട് നിന്നു. കാര്യം എന്താന്ന് പറയടി മോളെ. ഒരു വലിയ പുഴുത്ത തെറി സേവ്യറിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. അത് ഐസക്കിച്ചായൻ്റെ പെരുമാറ്റം എനിക്കൊട്ടും പിടിക്കുന്നില്ല. വിറച്ചെങ്ങനെയൊക്കെയോ പെണ്ണ് പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ പെരുമാറ്റം കൊള്ളത്തില്ലെങ്കിൽ അതിന് നിനക്കെന്താ? അയാൾ പുരുകൻ ചൊളിച്ചു. എന്നോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. എൻ്റെ അവിടെ എവിടെയൊക്കെ തൊടുക. പറഞ്ഞിട്ട് ഇത്തിരി മാറി നിന്നു. മോളെ, എൻ്റെ അനിയനെ പറയാനായോടി നീ? അവൾ കറങ്ങി പായയിൽ തന്നെ കുത്തിയിരുന്നു. ഇനി മേലെ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ. എമിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ അലറി. ശേഷം ബെഡിലേക്ക് നീണ്ടു നിവർന്നു കിടന്നു. ചെകിട് പറയുന്ന വേദനയെ തൊണ്ടക്കുഴിയിൽ അമർത്തിക്കൊണ്ട് അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. എമിക്കറിഞ്ഞില്ല. ഇതെല്ലാം പ്രതീക്ഷിച്ചതാണെന്നുള്ള രീതിയിൽ അവൾ കിടന്നു. പതിയെ കണ്ണുകൾ അടഞ്ഞപ്പോഴും കരുതലായി അവളുടെ വലങ്കൈ പൊടിയുടെ ശരീരത്തെ ചുറ്റിപ്പിടിച്ചിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. സമയം ഏകദേശം 1 മണിയോടടുത്തപ്പോൾ സേവ്യർ എഴുന്നേറ്റു. ബാത്റൂമിൽ പോയി തിരികെ കിടക്കാനായി ബെഡിലേക്ക് ഇരുന്നപ്പോഴാണ് പാതി തുറന്നു കിടക്കുന്ന വാതിലിന് മുമ്പിലൂടെ ആരോ കടന്നു പോകുന്നതായിട്ട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുകളിൽ രാത്രി സമയങ്ങളിൽ ആരും അങ്ങനെ കയറി വരികയില്ല. ഐസക്കും മേരിക്കുട്ടിയും താഴത്തെ നിലയിലാണ് കിടക്കുന്നത്. ആരായിരിക്കും ഈ അസമയത്ത് മുകളിലേക്ക് വന്നത്? സേവ്യർ മനസ്സിൽ വിചാരിച്ചു. വീണ്ടും ആരോ വരുന്നത് പോലുള്ള കാലച്ച അയാൾക്ക് കേൾക്കാനായി. താഴെ കിടന്നുറങ്ങുന്ന എമിയെ ഒന്ന് നോക്കിയതിന് ശേഷം സംശയത്തോടെ സേവ്യർ ഡോറിനടുത്തേക്ക് ചെന്ന് തല പുറത്തേക്കിട്ട് നോക്കി. സ്റ്റെയർ കേസിനടുത്തേക്ക് പരിഭ്രാന്തിയോടെ ഓടിപ്പോകുന്ന ഐസക്കിനെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ സേവ്യർ വ്യക്തമായി കണ്ടു. ഐസക് എന്തിനായിരിക്കും തൻ്റെ മുറിയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിയുന്നത്? അയാളുടെ തലയ്ക്ക് ചൂട് പിടിച്ചു. കിടക്കാൻ നേരെ എമ്മി പറഞ്ഞ കാര്യം പൊടുന്നനെ സേവ്യറിന് ഓർമ്മ വന്നു. ഐസക് അങ്ങനെയുള്ളവനാണോ? ആദ്യമായി ഒരു സംശയം അയാളിൽ മുട്ടിട്ടു. രാവിലത്തെ പ്രാതൽ വിളമ്പുമ്പോൾ ഐസക്കിൻ്റെ കൂടെ സേവ്യർ ഇരുന്നു. എതിർവശത്തെ കസേരയിൽ മേരിക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടെ ചാറൊഴിക്കട്ടെ?
ഇടത്തെ കൈയിൽ പൊടിയേയും പിടിച്ചുകൊണ്ട് സേവിയറിൻ്റെ പ്ലേറ്റിലെ അപ്പത്തിന് മുകളിലേക്ക് ചിക്കൻ സ്റ്റൂവിൻ്റെ ചാറ് കുറച്ചുകൂടി വിളമ്പിക്കൊടുത്തവൾ. ഇടയ്ക്കിടയ്ക്ക് ഐസക്കിൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. എമി, കുറച്ച് ചാറ് ഇങ്ങോട്ടൂടെ ഒഴിച്ചേ. ഇടയ്ക്കിടയ്ക്ക് എമി അയാൾ വിളിച്ചുകൊണ്ടിരുന്നു. കറിയുടെ പാത്രം നിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, ഒഴിച്ചു കഴിക്കാൻ മേലേ നിനക്ക്? കുറേ ആയപ്പോൾ സേവിയർ അനിയനോട് ചോദിച്ചു. അതിനിപ്പോൾ എന്താടാ, ഇത്തിരി കറി വിളമ്പിക്കൊടുത്തെന്ന് വെച്ച് അവളുടെ കയ്യിലെ വളയൊന്നും ഊരിപ്പോകത്തില്ലല്ലോ. എമിയെ നോക്കി മേരിക്കുട്ടി പുച്ഛത്തോടെ പറഞ്ഞു. തലേ ദിവസം രാത്രിയിൽ ഐസക്കിനെ തങ്ങളുടെ മുറിയുടെ മുൻപിൽ അവിചാരിതമായി കണ്ടതിനാലാണോ അതോ എമി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണോ അനിയനെ കാണുമ്പോഴൊക്കെ പതിവില്ലാത്ത സംശയങ്ങൾ സേവിയറിൽ മുളച്ചു പൊന്താൻ തുടങ്ങി. നീ എന്നാണ് ഇനി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നേ? വളരെ യാദൃച്ഛികമായി സേവിയർ ചോദിച്ചു. ഇവിടെ കുറച്ച് വർക്ക് കൂടെ ഉണ്ട് ചേട്ടായി, അത് കഴിഞ്ഞാൽ ഉടനെ പോകും. പറഞ്ഞുകൊണ്ട് പാത്രത്തിലിരുന്ന അവസാനത്തെ അപ്പത്തിൻ്റെ കഷ്ണം കൂടി അയാൾ വായിലേക്ക് വെച്ചു. പിന്നീട് കുറച്ചു നേരത്തെ നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. ഐസക്കിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള എമിയിലേക്കുള്ള നോട്ടങ്ങളുടെ അർത്ഥമറിയാതെ സേവിയർ കുഴങ്ങി. ഒടുവിൽ കഴിച്ചു തീർത്ത് എഴുന്നേറ്റ് പോകുമ്പോഴും അവനെ തിരിഞ്ഞു നോക്കാനായി അയാൾ മറന്നിരുന്നില്ല. എടി കൊച്ചെ, ഞാൻ എത്ര നേരം നിന്നെ ഇന്നലെ കാത്തെന്നറിയോ? സേവിയർ വീട്ടിൽ നിന്നിറങ്ങിയ ഉടനെ ഐസക് എമിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഊണിനുള്ള കറികൾ കാലമാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അത് പിന്നെ സേവിയർ അച്ചാൻ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെയാ? അവൾ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് ഐസക്കിനെ ദയനീയമായി ഒന്ന് നോക്കി. കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ ഞാൻ വന്നിരുന്നു മുകളിലേക്ക്. ഭാഗ്യത്തിന് ചേട്ടായി കാണാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടെ. എമിക്കത് പുതിയ അറിവായിരുന്നു. അവൾ സംശയത്തോടെ ഐസക്കിനെ നോക്കി നെറ്റി ചൊളിച്ചു. ഇച്ചായൻ രാത്രി മുകളിലേക്ക് വന്നോ അതിന്? അയാൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ പെണ്ണ് ചോദ്യം ആവർത്തിച്ചു. വന്നിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ മുറിക്ക് മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ ചേട്ടായി എഴുന്നേറ്റിരുന്നപ്പോൾ ഞാനിങ്ങനെ താഴേക്ക് ഓടിപ്പോന്നു. എനിക്കതൊക്കെ കേട്ട് കണ്ണു മിഴിച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഐസക്കിൻ്റെ ഭ്രാന്ത് നേരത്തെ അറിയാമായിരുന്നെങ്കിലും സേവരിച്ചായൻ കൂടെയുള്ളപ്പോൾ പോലും പേടിയില്ലാതെ ഇങ്ങനെ മുറിക്ക് മുകളിലേക്ക് വരുമെന്നുള്ള കാര്യം അവളെ ഒന്ന് ഭീതിയിലാഴ്ത്തി. ഐസക് ഇച്ചായൻ എന്തു പണിയാ കാണിച്ചേ? ഇച്ചായൻ കണ്ടിരുന്നെങ്കിലോ? അവൾ ചോദിച്ചു. കണ്ടാ തന്നെ ചേട്ടാ എന്നെ അവിശ്വസിക്കില്ലടി. അത്രയ്ക്ക് സ്നേഹമാണ് ആൾക്ക് എന്നോട്. ഐസക്ക് ധൈര്യമേകി. എന്നാൽ കുഴപ്പമില്ല. അവളും ഒന്ന് ചിരിച്ചു കാട്ടി. ഇന്നേലും വല്ലതും നടക്കുവോ പെണ്ണേ? കുറിക്കൊണ്ട് തൻ്റെ പിന്നാലെ നടക്കുന്നവനെ കണ്ട് ചൊറിഞ്ഞു വന്നുവെങ്കിലും അവൾ നിശബ്ദമായിട്ട് നിന്നതേയുള്ളൂ. പറ കൊച്ചേ, നടക്കുവോ? ചോദ്യം ആവർത്തിക്കപ്പെട്ടു. എമി നാണത്തോടുകൂടി ഒന്ന് മൂളി. എപ്പോഴാ? അയാൾക്കൊരു നിമിഷം പോലും കാത്തു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായിരുന്നു. ഇച്ചായൻ്റെ ഇഷ്ടം. അവളൊന്ന് ഇളകിച്ചിരിച്ചു. ഇപ്പോഴായാലോ? അവളുടെ ഇടുപ്പിൽ ഐസക്കിൻ്റെ കൈയമർന്നു. സേവ്യർ ഇച്ചാനിപ്പോൾ ഉണ്ണാൻ വരത്തില്ലയോ? ഉള്ളിൽ നുരപൊന്തിയ വെറുപ്പിനെ എമി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നിയന്ത്രിച്ചു. അങ്ങേർക്ക് വരാൻ കണ്ട സമയം. സ്വന്തം ചേട്ടനോടുള്ള അമർഷം ഐസക്കിൻ്റെ വാക്കുകളിൽ പ്രകടമായി. ഇച്ചായം പൊയ്ക്കോളൂ, ആരെങ്കിലും കണ്ടാൽ മോശമാ. ഇടുപ്പിൽ മുറിയ അയാളുടെ കൈകളെ വിടുവിച്ചുകൊണ്ട് പെണ്ണ് മാറി നിന്നു. ആ, ഇപ്പോൾ പോണു. ഊണ് കഴിഞ്ഞ് അങ്ങേര് പോകുമ്പോൾ നീ അങ്ങ് വന്നേക്കണം. മുൻകൂറായി പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വാതിലിന് മുൻപിൽ നിൽക്കുന്ന സേവിയറിനെ അവൻ കണ്ടത്. ആഹാ, ചേട്ടായിയോ? ചേട്ടായി ഇതെപ്പോൾ വന്നു? ഉള്ളിലുള്ള പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ടാണ് ഐസക് അത് ചേട്ടനോട് ചോദിച്ചത്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അല്ല, നീ എന്താ അടുക്കളേ? സേവിയറിന് ചോദിക്കാതിരിക്കാനായില്ല. കാരണം സാധാരണ ആലിംഗലെ ആണുങ്ങൾ അടുക്കള വശത്തേക്ക് വരാറേയില്ല. അതിത്തിരി വെള്ളം കുടിക്കാനായി. അവൻ ഉരുണ്ട് കളിച്ചു. വെള്ളമല്ലേ ആ ഡൈനിങ് ടേബിളിന് മുകളിൽ ഇരിക്കുന്നേ? ഇനി തണുത്തത് വേണമെങ്കിൽ അതും പുറത്തുള്ള ഫ്രിഡ്ജിലുണ്ടല്ലോ. അയാളുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. അതിന് ചേട്ടനെന്തിനാ ചൂടാവുന്നേ? ടേബിളിന് മുകളിലുള്ള വെള്ളമുണ്ടെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലെന്നേ. ഒരു തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഐസക് അയാളെ കടന്ന് മുന്നോട്ടേക്ക് പോയത്. അടുക്കളയിൽ താൻ കാണിച്ച പരിപാടി ചേട്ടായി കണ്ടില്ലല്ലോ എന്നൊരാശ്വാസത്തിൽ ഐസക് നെറുവീടുപ്പെടുമ്പോൾ സേവ്യറിൻ്റെ കണ്ണുകൾ കിച്ചണിൽ ഒറ്റയ്ക്ക് പണി ചെയ്യുന്ന എമിയുടെ നേർക്കായിരുന്നു. വീണ്ടും സംശയം അയാളിൽ ബലമായി തോന്നി തുടങ്ങി. ഇച്ചായ, ദേ ജ്യൂസ്. ഊണിന് മുൻപായി സേവറിന് ഒരു ജ്യൂസ് കൊടുക്കാനായി മുറിയിലേക്ക് ചെന്നാണ് എമി. എന്തോ ഗഹനമായി ആലോചിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാൻ തന്നെ അവൾക്ക് പേടി തോന്നി. ഇച്ചായ, പെണ്ണ് വീണ്ടും വിളിച്ചു. അവിടെ വെച്ചേക്ക്.
ആദ്യമായി മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുന്നവനെ കണ്ട് എമ്മി കണ്ണും വായും പൊളിഞ്ഞു. അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ സേവ്യർ പറഞ്ഞതുപോലെ കയ്യിലിരുന്ന ഗ്ലാസ് മേശയുടെ മുകളിലേക്കായി വെച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു. നീയൊന്ന് നിന്നെ. പുറകിൽ നിന്നും വന്ന മുഴക്കമുള്ള ശബ്ദം അവളുടെ കാലുകളെ കൂച്ചുവെള്ളം കിടങ്ങാൻ പാകത്തിലുള്ളതായിരുന്നു. എന്താ ഇച്ചായ? ഭീതിയോടുകൂടി അവൾ തിരിഞ്ഞു നിന്നു. ഐസക്ക് നിന്നോടെന്താ പറഞ്ഞേ? ആളുടെ മുഖത്തെ ഗൗരവഭാവം അവളെ പേടിപ്പെടുത്താൻ തുടങ്ങി. ആ ചുവന്ന കണ്ണുകൾ ഉപ്പൻ്റേതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. നിന്നോടാ ചോദിച്ചേ. സേവ്യർ ഒച്ചയെടുത്തു. കൂടെ വരാവോന്ന് ചോദിച്ചു. ശല്യം ചെയ്യുക. മുഖം കുനിച്ച് നിന്നുകൊണ്ട് അവൾ വിറയലോടുകൂടി പറഞ്ഞു. എന്നിട്ട് നീ എന്താടി അവനോട് പറഞ്ഞേ? അയാൾ ബെഡിൽ നിന്ന് അലറിക്കൊണ്ട് എഴുന്നേറ്റു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇച്ചായ. അവൾ പേടിയോടുകൂടി ചുവരിൽ ചാരി നിന്നു. എമിയെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ കണ്ണും കൈയും കാണിക്കാതെ അവൻ നിന്റെ പുറകെ വരുമ്പോടി. അയാളുടെ കൈകൾ അവളിൽ അമർന്നു. ഇച്ചായ. അവൾ ആവതും സേവ്യറിനെ പ്രതികരിക്കാനായി നോക്കിയെങ്കിലും പെണ്ണ് തളർന്നു പോയിരുന്നു. ഒടുവിൽ വീഴാറായപ്പോഴേക്കും സേവ്യർ അവളിൽ നിന്നും കൈയെടുത്ത് മാറ്റി. പെണ്ണെന്ന് ചുമച്ചുകൊണ്ട് തറയിലേക്ക് ഊർന്നിരുന്നു. വേ. അയാളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വന്ന ആ വാക്ക് എമ്മി വ്യക്തമായി കേട്ടു. കരിവണ്ടിൻ്റെ കൂടൊന്നായി തലച്ചോറിനുള്ളിൽ കിടന്നു മുരളുന്നു. വേ എന്ന വാക്കിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചനം കിട്ടാതെ എമ്മി ഭ്രാന്തിയെപ്പോലെ ചുവരിൽ തലയിട്ടുരുട്ടി. വേയുടെ മകളാവാനാണോ അതോ നെഞ്ചുറപ്പുള്ള ഒരു അമ്മയുടെ കുഞ്ഞാവണോ? രഞ്ജിയേട്ടൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നതായി അവൾക്ക് തോന്നി. വേണ്ട, എൻ്റെ പൊടി അങ്ങനെയുള്ള ഒരു മകളാവണ്ട. എൻ്റെ മകൾ നട്ടലുള്ള ഒരു അമ്മയുടെ കുഞ്ഞായാൽ മതി. ചവിട്ടി മെതിച്ചുകൊണ്ട് അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പോർച്ചിൽ കിടന്ന വണ്ടി ഒരു ഇരമ്പലോടെ ഗേറ്റും കടന്നു പോകുന്ന കാതടപ്പിക്കുന്ന ശബ്ദവും അവൾ കേട്ടു. എമ്മി വല്ലാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ. സേവ്യർ വരുമ്പോൾ ഇനി ബോധത്തോടെ ആവില്ല എന്ന സത്യം അവളെ തളർത്താൻ പാകത്തിലുള്ളതായിരുന്നു. അയാളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നായിരുന്നു ആ പാവത്തിൻ്റെ ആലോചന പോലും. ഒടുവിൽ അവൾ കണ്ടെത്തി. ഐസക്ക്. സേവ്യറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദൈവം കാട്ടിത്തന്ന ഒരേ ഒരു പോംവഴി. കൂടെ തൻ്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തിനു വേണ്ടിയുള്ള അവസാനത്തേതും.